ഒന്നാമത്തെ ചോദ്യം, ദയവായി ത്രിയേക ദൈവത്തെപ്പറ്റി വേദപുസ്തകത്തിൽ നിന്ന് ഇതൊന്നാണെന്നുള്ളത് വ്യക്തമായി റഫറൻസ് സഹിതം തരണം. ഈ ത്രിയേകത്വം പറഞ്ഞാൽ തീരുകയില്ല. കുറച്ച് റെഫറൻസസും കൂടെ ഞാൻ തരണം. എനിക്ക് തോന്നി തരാം. അത് പറയുന്നതിന് മുമ്പ് വേറെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യം ഞാൻ ഒന്ന് വായിക്കട്ടെ. ദൈവം ആത്മാവാകുന്നു, ദൈവം സ്നേഹം തന്നെ, രണ്ടും സത്യമാണ്. ആത്മാവ് സ്നേഹമാകുന്നു, അത് സ്വയംകൃതിയാണ്. സ്വയംകൃതി എന്ന് പറഞ്ഞാൽ തന്നെത്താനെ എഴുതാന്ന്. അടുത്തതും ആത്മാവിന് വികാരമില്ല, അതും തന്നെത്താനെ എഴുതിയതാണ്. അതും വേദപുസ്തകത്തിലില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. സ്നേഹം ഒരു വികാരമാണ്, സത്യമാണ്. അപ്പോൾ ദൈവം മനുഷ്യനെ പോലെ വികാരങ്ങൾക്ക് അടിമയാണ്, അടിമയല്ല, വികാരങ്ങളുള്ളവനാണ്. വികാരങ്ങൾക്ക് അടിമയല്ല, വികാരങ്ങൾ ഉള്ളവനാണ്. ദൈവം ഒരിക്കലും ഒന്നിനും അടിമയല്ല. ഇതിന് ഞാൻ ഉത്തരം പറയാം. ദൈവത്തിന് തൻ്റെ സൃഷ്ടിയായ മനുഷ്യനോട് മാത്രം സ്നേഹം തോന്നാനുള്ള കാരണം എന്താണ്? ആത്മാവിന് മനുഷ്യരൂപമുണ്ടോ? അതും പറയാം. നിർഗുണ പരബ്രഹ്മം എന്നതിന് ആക്ഷരികമായ അർത്ഥം അല്ല ഉള്ളത് എന്ന് വിശദീകരിക്കാമോ? ഒരു തത്വശാസ്ത്രവും ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല. ഒടുവിലത്തെ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ചോദ്യം ചോദിച്ച ആളൊന്നുകൂടെ വിശദീകരിച്ചാൽ ഞാനും മറുപടി പറയാം. അല്പം പറഞ്ഞു പോകട്ടെ. ദൈവം ആത്മാവാകുന്നു, പുസ്തകത്തിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 22 മുതൽ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തു ശമരിയക്കാരത്തി സ്ത്രീയോട് പറഞ്ഞ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 24-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അതിൻ്റെ 4:24. അങ്ങനെയാണോ? 24 അതാണോ? യോഹന്നാൻ 4:24, 4:26. ഒന്നുകൂടെ നോക്കിയേ. 23 വായിച്ചത്. മതി. മനസ്സിലായി. ആദ്യ ഭാഗം വിട്ടുപോയി. ആദ്യ ഭാഗമായിരുന്നു നമുക്ക് വേണ്ടത്. കുഴപ്പമില്ല. ദൈവം ആത്മാവാകുന്നു. അപ്പോൾ ദൈവം ആത്മാവാണെന്ന് തിരുവെഴുത്തിലുണ്ട്. ആ പറഞ്ഞ പ്രസ്താവന വേദപുസ്തകപരമായി വളരെ സത്യമാണ്. അടുത്ത പ്രസ്താവനയും വേദപുസ്തകപരമായ സത്യമാണ്. ദൈവം സ്നേഹം തന്നെ. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ദൈവം സ്നേഹം തന്നെ. അപ്പോൾ അടുത്ത് പറയുന്നത് എന്താ? ആത്മാവ് സ്നേഹമാകുന്നു. സ്നേഹമാകുന്നു എന്നല്ല പറയേണ്ടത്, ആത്മാവ് സ്നേഹമുള്ളവനാകുന്നു എന്ന് പറയണം. ആത്മാവ് സ്നേഹമാകുന്നു എന്ന് പറയല്ലേ. എന്ത് പറഞ്ഞോണം? ആത്മാവ് സ്നേഹമുള്ളവനാകുന്നു എന്ന് പറയണം. വിശദീകരിക്കണോ? ഈ ആത്മാവ് വെറും ഒരു ശക്തിയോ ഒരു വികാരമോ അല്ല. സ്നേഹമെന്ന് പറയുന്ന ഒരു വികാരമാണ്. അപ്പോൾ ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ ദൈവം ആ ഒരു വികാരം മാത്രമാണെന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവം സ്നേഹത്തിന്റെ മൂർത്തിയാണെന്ന് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്നേഹമല്ലാതെ വേറൊരു സ്വഭാവവും ഇല്ലെന്ന് വരുന്നില്ല. ദൈവം നീതിമാനാണ്. ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. മനം തിരിയില്ലെങ്കിൽ അവന്റെ വാളിന്. ദൈവം ന്യായാധിപതിയാകുന്നു. ദൈവം ശക്തനാകുന്നു. ഇതൊക്കെ ദൈവത്തിന്റെ ഗുണവിശേഷങ്ങളാണ്. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ ആ സന്ദർഭത്തിൽ യോഹന്നാനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ്. അപ്പോൾ ദൈവ സ്നേഹത്തിന് ഏറ്റവും ഊന്നൽ കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ദൈവം സ്നേഹമാകുന്നു ഇങ്ങനെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പോലെ പറയണം. അപ്പോൾ സ്നേഹം ദൈവമാകുന്നു, ദൈവം സ്നേഹമാകുന്നു, സ്നേഹം ദൈവമാകുന്നു എന്ന് പറയാൻ പാടില്ല. അത് മാത്തമാറ്റിക്സിലേ ഉള്ളൂ, ഫിലോസഫിയിലില്ല, തിയോളജിയിലില്ല. അതുകൊണ്ട് ആ പ്രസ്താവന പിൻവലിക്കണം. അടുത്ത പ്രസ്താവനയും പിൻവലിക്കണം. ആത്മാവിന് വികാരമില്ലെന്നുള്ളത് അത് തെറ്റാ. കൊലോസ് ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം വായിച്ചേ. കൊലോസ് ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം 1:8. കണ്ടോ? ആത്മാവിനാലുള്ള. അപ്പോൾ സ്നേഹം, ആത്മാവിന് സ്നേഹമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഒരു വാക്കൂടെ വായിച്ചു. റോമർ 5:5.
റോമർ 5:5. കേട്ടോ, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ സ്നേഹം പകർന്നു കൊടുക്കുന്നയാൾ ആരാ? ആത്മാവ് അല്ലേ? സ്നേഹമില്ലാത്തതിനെ പകർന്നു കൊടുക്കാൻ നോക്കില്ലല്ലോ. അപ്പോൾ ആത്മാവിന്റെ സ്നേഹം, ആത്മാവ് സ്നേഹം പകർന്നു കൊടുക്കുന്നവനാണ്. അപ്പോൾ ആത്മാവിന് വികാരം എന്തോ ദൈവ വാക്യം വായിച്ച് ഒന്നുകൂടെ. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. അടുത്തത് അതിന്റെ അർത്ഥം എന്തുവാ? നമ്മൾ ഒരിക്കലും വാക്യത്തെ സന്ദർഭത്തിൽ നിന്ന് പറിച്ചു മാറ്റരുത്. നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. നമുക്ക് സ്വയമായി സ്നേഹിക്കാൻ കഴിയില്ല. എന്താ സ്നേഹം? പറയാം. ഇപ്പൊ സ്നേഹമാണല്ലോ ഇവിടെ പ്രശ്നം. സ്നേഹം ഇഷ്ടപ്പെടലല്ല. ഇഷ്ടപ്പെടൽ എന്ന് പറയുമ്പോൾ ആള് വളരെ യോഗ്യനാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്, സുമുഖനാണ്, നല്ല തറവാടിത്വമുണ്ട്, ആത്മീയനാണ്, കൊള്ളാം. അതുപോലെ തന്നെ ആൾ വളരെ യോഗ്യവതിയാണ്, സുന്ദരിയാണ്, നല്ല തറവാടിത്വമുണ്ട്, ആത്മീയതയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. അവർ പരസ്പരം പരിചയപ്പെട്ടു, അവർക്ക് പരസ്പരം ബോധിച്ചു, അവരിടയ്ക്കിടയ്ക്ക് സംസാരിക്കാനും ഒക്കെ താല്പര്യം കാണിച്ചു. അപ്പം നാട്ടുകാർ പറയും അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. ഇഷ്ടമാണെന്നാണോ പറയുന്നത്? സ്നേഹമാണ് അല്ലേ? അത് സ്നേഹമല്ല. അതെന്താണ്? ഇഷ്ടപ്പെടില്ല. പറയാം, വ്യക്തമാക്കാം. അതുകൊണ്ടാണ് എനിക്കറിയാം, ഇങ്ങനെ വലിയ ലോഹ്യമായിട്ട് പറഞ്ഞിരുന്ന രണ്ടുപേരിൽ ചെറുപ്പക്കാരൻ, രണ്ടുപേരും പരസ്പരം വലിയ പറ്റുമാനമാണ്, തമ്മിൽ വളരെ യോഗ്യതയുള്ള ഒരു കപ്പിളാണെന്നൊക്കെ എല്ലാവരും വളരെ സന്തോഷമായി കാത്തിരുന്ന സമയം ഈ സഹോദരൻ റെയിൽവേ സ്റ്റേഷനിൽ കൂടി പാളം മുറിച്ച് കിടക്കുമ്പോൾ കാല് തട്ടി വീണ് എല്ലിന് ഒരു ക്ഷതം പറ്റി, ഇൻഫെക്ഷനായി, കാല് മുറിക്കേണ്ടി വന്നു. പിന്നെയും മുഖത്തിനും ഒരു ക്ഷതം പറ്റി, മുഖത്തിനും ഒരു ചെറിയ മായ്ക്കാൻ കഴിയാത്തൊരു പാടുണ്ടായി. ഈ സംഭവം കഴിഞ്ഞ് ഇദ്ദേഹത്തെ ഒരിക്കൽ ഹോസ്പിറ്റലിൽ പോയി കണ്ടേച്ച് പിന്നെ ആ പെൺകുട്ടി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. അത് സ്നേഹമാണോ? ആ ആളിന്റെ സൗന്ദര്യത്തെയും ആരോഗ്യത്തെയും ഒക്കെയാണ് അവൾ മതിച്ചിരുന്നത്. അവൻ ഉള്ളതിലായിരുന്നു അവൾക്ക് താല്പര്യം, അവനിൽ അല്ലായിരുന്നു. വ്യക്തമാകുന്നുണ്ടേ? രണ്ടും രണ്ടാ. അപ്പൊ ഇഷ്ടപ്പെടൽ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. പക്ഷെ സ്നേഹം അതല്ല. സ്നേഹത്തിന് നിർവചനം 1 കൊരിന്തി 13 അധ്യായത്തിൽ നമുക്ക് കാണുന്നു. വാക്യം വായിച്ച് 4 വാക്യം മുതൽ. 1 കൊരിന്തി 13:4. മതിയല്ലോ. സ്നേഹത്തിന്റെ സ്വഭാവം കണ്ടോ? സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകയില്ല. ഏത് തെറ്റ് ചെയ്താലും മാപ്പ് കൊടുക്കുന്നൊരു കോടതിയുണ്ടെന്ന് ഒരു പറച്ചിലുണ്ട്. ആ കോടതി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമല്ലേ? ഒരു കോടതിയുണ്ട്, അമ്മയുടെ ഹൃദയം.
ആ കോടതിയിലെ നിയമം സ്നേഹമാണ്. ഏത് തെറ്റ് ചെയ്താലും അമ്മയ്ക്ക് മകനെന്നും പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ടല്ലേ മഹാദോഷകരമായ ഒന്നിലധികം കുറ്റങ്ങൾ ചെയ്ത മകനെ തേടി പോലീസ് വന്നപ്പോൾ അമ്മ പറയുന്നു, അയ്യോ എൻ്റെ പൊന്നു കുഞ്ഞോ, അവനെ പോലെ നല്ലവനില്ല. കാര്യം അമ്മയുടെ ഹൃദയത്തിൽ ദോഷം പരിഗണിക്കപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. പറഞ്ഞോ, എന്തോ തിരിഞ്ഞില്ല. ആ ആ കേശവദേവിന്റെ ചിന്തയല്ല, അത് വേദോത്സവത്തിന് ചിന്തയാ. കേശവദേവൻ നേരിട്ടുണ്ടാവും. ഇങ്ങനെ ഒത്തിരി നല്ല ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ ഉണ്ട് ലോക മീൻസ് സാഹിത്യത്തിലുണ്ട്. വിശ്വസാഹിത്യത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന പല ചെറുകഥകളുമൊക്കെ ഈ ആശയം വ്യക്തമാക്കുന്നതാണ്. വളരെ പ്രസിദ്ധമായൊരു ഫ്രഞ്ച് ചെറുകഥയിലുണ്ട്. പാവപ്പെട്ട വീട്ടിൽ വിധവയായ അമ്മ ഒറ്റ മോനെ ലാളിച്ച് വളർത്തിക്കൊണ്ടുവന്നു. ക്ലാസ് വ്യത്യാസങ്ങളുള്ള രാജ്യം ഫ്രാൻസ്. ഇവൻ പട്ടാളത്തിൽ ചേർന്നു. യോഗ്യനാണ്, സുമുഖനാണ്, മാന്യനാണ്. ചക്രവർത്തിയുടെ അംഗരക്ഷക സംഘത്തിൽ അവന് സിലക്ഷനായി. കൊട്ടാരത്തിൽ പാറാവുകാരനെ പോലെ, മീൻസ് കാവൽക്കാരൻ, സെക്യൂരിറ്റി ആയിട്ടും ഇവന് ജോലിയായി. രാജകുമാരി ഇവനുമായി ചങ്കാത്തത്തിലായി. പക്ഷെ ഇവൻ കോമണറാ, സാധാരണ സമൂഹത്തിൽപ്പെട്ട ആളാ. അതും വേണമെങ്കിൽ അങ്ങ് ഓവർലുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവൻ്റെ പ്രായമുള്ള വേലക്കാരി ആയിരുന്ന തള്ള ജീവിച്ചിരിക്കുന്നു. ആ അമ്മയൊന്ന് മരിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഇവൻ സ്വതന്ത്രനായതിനെ. അവൾ ദീർഘനാളുകൾ ആ അമ്മ മരിക്കാൻ കാത്തിരുന്നു, പക്ഷെ അവൾ മരിക്കുന്നില്ല. ഇവക്ക് ഇവനെ വിവാഹം കഴിക്കണം. ഒരു രാത്രിയിൽ ഒരു കഠാരയുമായി പാഞ്ഞ് ഇവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചെല്ല, ഈ കഠാര ആ അഴുക്ക് വല്യമ്മ തള്ളയുടെ ചങ്കിൽ കുത്തിയിറക്കി അവിടെ ഹൃദയം എടുത്തോണ്ട് വാ. ആ ഹൃദയം കൊണ്ടുവരുന്നില്ലെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നില്ല. അവൾ കാമഭ്രാന്തിയെ പോലെ കുറെയൊക്കെ പുലമ്പി അതാവശ്യപ്പെട്ടിട്ട് അവൾ ഓടിപ്പോയി. കടാരയും കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ ദീർഘനേരം നിന്നു. അമ്മ കാമുകി അത് ഉടുപ്പിനുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് അവൻ ഓടി വീട്ടിൽ ചെന്നു. പിറ്റേന്ന് വീട്ടിലെത്തി. അസ്വസ്ഥതയോടെ വന്ന മകനെ അമ്മ സ്വീകരിച്ചു. എന്നാ മോനെ, നിനക്ക് സുഖമില്ലേ? അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരുക്കി കൊടുത്തു. എല്ലാ ശുശ്രൂഷ അവന് ചെയ്തു കൊടുത്തു. അവൻ ദീനം പോലെ, അവനെ അസുഖം പിടിച്ച് കിടക്കുന്ന പോലെ അവനെ ആവുന്നത് സ്നേഹത്തോടെ ഇവൾ പരിചരിച്ചു. രാത്രി അവൻ്റെ കിടക്കയ്ക്കരികെ വന്ന് തറയിൽ ആ അമ്മ കിടന്നുറങ്ങുക. ഇവന് വല്ല വേലായിക ഉണ്ടെങ്കിൽ സഹായിക്കാൻ, ശുശ്രൂഷിക്കാൻ. രാത്രി ഇവൻ ഉണർന്നു. അമ്മയുടെ മുഖത്ത് നോക്കി, കണ്ണടച്ചു. തൻ്റെ കാമുകിയെ ഓർത്തു. അവളോടുള്ള സ്നേഹം ഇവളോടുള്ള സ്നേഹത്തെക്കാൾ വലുതാണ്. ഇല്ല, നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ല. എനിക്കും അവൾക്കും മധ്യത്തിൽ വിലങ്ങതിരി ഇല്ല. അമ്മേ, നിനക്ക് ജീവിക്കാൻ അവകാശമില്ല. കൊന്നു. നെഞ്ചാങ്കൂട് പിളർന്ന് ആ ഹൃദയം അറുത്തെടുത്തൊരു കയ്യിൽ വെച്ചുകൊണ്ട് ഭ്രാന്തനെ പോലെ രാത്രിയിൽ അവൻ കൊട്ടാരത്തിലേക്ക് ഓടുകയാണ്. ഓടി 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 പോകുമ്പോൾ കാല് തട്ടി വീണപ്പോഴും ആ ഹൃദയം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരുന്നു. മുട്ടിൽ ഊന്നി നിന്ന് അവൻ ആ ഹൃദയത്തെ നോക്കുമ്പോൾ ആ ഹൃദയം പറഞ്ഞു വന്ന്, കുഞ്ഞേ, നിനക്ക് വല്ല പരുക്കും പറ്റിയോ എന്ന്. ചൈൽഡ്, ഡിഡ് ഇറ്റ് ഹർട്ട്? ഇതാണ് അമ്മയുടെ ഹൃദയം. ഞാൻ സാക്ഷിയായ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അമ്മയുടെ കാഴ്ച ഞെരിച്ച് കാശും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴും നല്ല കുഞ്ഞ് മിടുക്കം കുട്ടി എന്ന് പറയുന്ന അമ്മ എന്നോട് ഇച്ചിരി കൂടുതൽ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു.
ഈ സ്നേഹം മനുഷ്യനോട് മാത്രമേ ഉള്ളൂ, മനുഷ്യനോട് മാത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇത് പകർന്നു തരുന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ നിസ്സഹായരാണ്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്ത നാം കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? ദൈവത്തെ സ്നേഹിക്കാത്തവന് നിത്യതയിൽ ഒരു പങ്കുമില്ല. ആര് ദൈവരാജ്യത്തിന് അവകാശികളാവും? ജീവനേക്കാളേറെ കർത്താവിനെ സ്നേഹിക്കുന്നവർ. ലൂക്കോസ് 14:25 മുതൽ ഒന്ന് വായിച്ചേ. ലൂക്കോസ് 14:25 മുതൽ. ലൂക്കോസ് 14:25 മുതൽ. വളരെ നന്ദി കേട്ടോ. പലസ്തീൻ നാട് കുന്നുകളും താഴ്വരകളും ഒക്കെ ഉള്ള പ്രദേശമാണ്. യേശു ഒരു സ്ഥലത്ത് താമസിച്ച് ഒരു സ്ഥാപനം സ്ഥാപിച്ച് സൗഖ്യം വേണ്ടവരും ഉപദേശം വേണ്ടവരൊക്കെ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നില്ല. ജനങ്ങളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ഗുരു ദീർഘമായി സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അവനെ അനുഗമിക്കുന്നു. ഒരു നാൾ ആയിരക്കണക്കിന് ജനങ്ങൾ തന്നെ അനുഗമിക്കുമ്പോൾ ഒരു കുന്നു കയറി ഗുരു ഇങ്ങനെ പോകുകയായിരിക്കും. ആ കുന്നിൻ്റെ ഒരു പകുതി എത്തിക്കാണും. അവിടെ ഒരു തട്ടുപാറ, ആ പാറയിലോട്ട് കടന്നു നിന്നു. തിരിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ തന്നെ മുമ്പിൽ. അവരെ ഗൗരവമായി നോക്കിക്കൊണ്ട് ഗുരു പറയുന്ന വാക്ക്, ദേ ഒരു കാര്യം, ഒരുവൻ്റെ പിന്നാലെ വരികയും അപ്പനെയും അമ്മയെയും സഹോദരനെയും സഹോദരിയെയും ഭാര്യയെയും മക്കളെയും, അത്രയൊക്കെ പറയുമ്പം ആളുകൾ അത്രയൊക്കെ സമ്മതിച്ചു. സമ്മതിച്ചു. അടുത്ത് പറയുന്നത്, സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ജീവനേക്കാളേറെ കർത്താവിനെ സ്നേഹിക്കുന്നവനാണ് കർത്താവിൻ്റെ ശിഷ്യൻ. ഞാൻ ജീവിച്ചിരിക്കുന്നതല്ല പ്രധാനം, എൻ്റെ ഉടയവനും എൻ്റെ സൃഷ്ടാവും എന്നെ ഞാൻ ആയിരിക്കുന്ന പോലെ ആയിത്തീരുവാൻ അതിന് പിന്നിലെല്ലാമായ മത്സരത്താൽ ദോഷിയായി, അശുദ്ധനായി, നിന്ദ്യനായി, നരകത്തിൽ വിധിക്കപ്പെട്ടു പോയി എന്നെ രൂപാന്തരപ്പെടുത്തി നിത്യജീവന് വേണ്ടി വേർതിരിക്കുവാൻ സ്വന്തം ജീവനെയും ഏൽപ്പിച്ചു കൊടുത്ത് എന്നെ സ്നേഹിച്ച, തന്നെ സ്നേഹം വെളിപ്പെടുത്തിയ എൻ്റെ പൊന്നു കർത്താവിനെ സ്നേഹിക്കുന്നതാണ് ജീവിച്ചിരിക്കുന്നതിനേക്കാളും പ്രധാനം. അത് പറയാൻ ആ സമർപ്പണമുള്ളവരെ നിത്യജീവനിൽ കാണുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, വാളിൻ്റെ മുമ്പിൽ ഒരു വാക്ക് പറഞ്ഞ് ജീവൻ രക്ഷിക്കാവുന്ന സാഹചര്യങ്ങളിൽ കഴുത്ത് നീട്ടിക്കൊടുത്ത് പുഞ്ചിരിയോടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും വെട്ടേറ്റ് മരിച്ച് ചിരിശരിക്കപ്പുറം പോയി രക്ഷാപൂർണതയ്ക്കായി, രക്ഷാപൂർത്തിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധ ശ്രേഷ്ഠന്മാരുടെ അണികളിൽ ഒരു പങ്കുണ്ടെന്ന് പറയാൻ എനിക്കോ നമുക്കോ ആർക്കാ യോഗ്യത? നമ്മൾ എന്തിനാ ദൈവത്തെ പിൻപറ്റുന്നത്? ഇവിടെ കാര്യം നന്നായി നടക്കാൻ. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ല, ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉരുക്കം തോന്നാറുണ്ട്. അയ്യോ കഷ്ടം. പ്രാർത്ഥിച്ച കാര്യം സാധിക്കുമെന്ന്. കൊള്ളാം, കാര്യം സാധിക്കാൻ വേറെ പല വഴിയുണ്ട് ഇവിടെ. നീ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം സാധിക്കാനാണോ? സാധിക്കാൻ കാര്യമുള്ളപ്പോൾ നീ അത് ദൈവത്തോട് പറ. ദൈവത്തിന് ഇഷ്ടമാണേ തരും. അടിയൻ അവിടുത്തോടുള്ള സ്നേഹത്തെ വർദ്ധിപ്പിക്കുവാൻ ഇത് ഉപകരിക്കുമെങ്കിൽ അവിടുന്ന് ഇത് അനുവദിക്കണം. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. ഇന്ന് ആയിരങ്ങളെ ആകർഷിക്കുന്ന ക്രൗഡ് പുള്ളേഴ്സ്
അവര് പറയുന്നത് never ever ever go to God and say if it be thy will away with those faith destroying words. ഒരിക്കലും ദിവസം ചെന്ന് നിന്റെ ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ എന്ന് പറയരുതെന്ന്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേ വിശ്വാസം പോയെന്ന്. എന്തുവാ വിശ്വാസം? ക്രൈസ്തവ സമൂഹത്തിൽ, ദൈവസഭയിൽ വിഷം വിതയ്ക്കുന്ന ഇങ്ങനെയുള്ള ശുശ്രൂഷകന്മാർ കടന്നുകൂടി. തന്നെ സ്നേഹിക്കാത്തവരെ ആരെയും കർത്താവിന് വേണ്ട. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാൻ പറഞ്ഞത് വേദപുസ്തകമാണ്, ഞാൻ പറയുന്നത് സത്യമാണ്. ഈ സ്നേഹം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് പകർന്നു തന്നിരിക്കുന്നത് ആഞ്ഞു പാടാൻ, ആയം തരാനല്ല. മറുഭാഷ പറഞ്ഞ് നമ്മളേതാണ്ട് സൂപ്പർ പേഴ്സണാലിറ്റി ആണെന്ന് ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ച് ഞെളിയാനല്ല. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ പകർന്നിരിക്കുന്നത് ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും കാണിച്ചുകൊണ്ട് നടക്കാനും ഒന്നുമല്ല, നമ്മളെ രൂപാന്തരപ്പെടുത്താനാണ്. സ്വതവേ സ്വാർത്ഥരായ നമ്മൾ, സ്തോത്രം, സ്വാർത്ഥം അന്വേഷിക്കാത്ത സ്നേഹത്തിന് അധീനരാകണമെങ്കിൽ, ആ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ ദൈവമായ പരിശുദ്ധാത്മാവ് നമ്മൾ എഴുന്നള്ളി വാസിച്ച് പ്രവർത്തിച്ചാൽ മതിയാവും. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നതിന്റെ അർത്ഥം. ആത്മാവിനാലുള്ള സ്നേഹം നമുക്ക് അറിയിച്ചു തന്നവൻ, ആത്മാവ് സ്നേഹമുള്ളവനാണ്. 1 യോഹന്നാൻ 4:9 ദൈവം സ്നേഹത്തെ വാക്യം ഒന്ന് വായിച്ച് നമ്മൾ ആ വാക്യത്തെ തെറ്റിദ്ധരിക്കരുത്. 1 യോഹന്നാൻ 4:7 മുതൽ വായിക്കുമ്പോൾ 9 വാക്യത്തിലാണ് ദൈവം സ്നേഹത്തന്നെ എന്ന് പറയുന്നത്. വായിച്ചേ. പ്രിയമുള്ളവരെ, ഈ അർത്ഥത്തിലാ പറയുന്നത്. വായിച്ചോ. 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 അറിയുന്നു. മതി, ആ ഭാഗമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. അവിടെ പ്രബോധനം എന്താണെന്ന് അറിയാമോ? പ്രബോധനം, നിങ്ങൾ അന്യോന്യം എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്തോത്രം. ദൈവം മനുഷ്യനോട് വെളിപ്പെടുത്തിയിരിക്കുന്ന തൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട സ്വഭാവം സ്നേഹമാണ്. ദൈവം ഒരിക്കലും തന്നെ ശക്തി കാണിക്കാനല്ല താല്പര്യം കാണിക്കുന്നത്. ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാനാണ് തൽപരനായിരിക്കുന്നത്. സ്തോത്രം. അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പറയാൻ എൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയത്തിൽ താല്പര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തെ അംഗീകരിച്ചേറ്റ് പറയണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു ദിവസം ആവുണ്ടെങ്കിൽ പല പ്രാവശ്യം കർത്താവെ, അടിയനങ്ങെ സ്നേഹിക്കുന്നതെന്ന് ദൈവത്തോട് പറയണം. അത് വെറും വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, അത് ജീവിതം കൊണ്ട് തെളിയിക്കണം. സ്തോത്രം. സുബോധത്തിന്റെ ആത്മാവ്, സ്നേഹത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. വ്യക്തമാകുന്നൊന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. ആട്ടെ, ആത്മാവിന് വികാരമില്ല എന്നുള്ളത് ശരിയല്ല. ഇനിയും ദൈവം മനുഷ്യനെ പോലെ വികാരങ്ങൾക്ക് അടിമയാണ്. അടിമയല്ല, വികാരങ്ങൾ ഉള്ളവനാണ്. സ്നേഹം ഒരു വികാരമാണ്.
മനുഷ്യന്റെ ഭാഷയ്ക്ക് അതിൻ്റെ പരിമിതിയുണ്ട്. ഇങ്ങനൊരു പറച്ചിലുണ്ടല്ലോ, വാക്കുകളാൽ കരിമ്പുതപ്പേന്തുന്നു വാസ്തവ മനോഭാവം പലപ്പോഴും. ഒരു കവി പറഞ്ഞിട്ടുണ്ട്, തന്നതില്ല പരന് ഉള്ളു കാട്ടുവാൻ ഒന്നുമേ നരൻ ഉപായം ഈശ്വരൻ. ഇന്ന് ഭാഷയാത് അശക്തമാം വന്നുപോവും പിഴയും അർത്ഥശങ്കയാൽ. നമ്മൾ പൊതുലോകത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ ആയിരിക്കില്ല ആത്മലോകത്തിൽ, അതേ ആശയത്തിലല്ല അതേ വാക്ക് ആത്മലോകത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഭാഷയ്ക്ക് അതിൻ്റെ പരിമിതിയുണ്ട്. ഈ വികാരമെന്ന് കേട്ട ഉടനെ അതിന് ദോഷകരമായ ഒരു കാര്യമാണെന്നുള്ളൊരു ചിന്ത എങ്ങനെയോ നമ്മുടെ മനസ്സിൽ വന്നുകൂടി. അത് ഇന്ത്യയിലെ നമ്മുടെ ഒരു നാഷണൽ സൈക്കി, ഈ ദേശീയമായ ഒരു മാനസികാവസ്ഥയാണ്, ഈ ദേശത്തിൻ്റെ ഒരു മാനസികാവസ്ഥയാണ്. സർവാംഗ പരിത്യാഗിയായി പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് യാതൊരു വികാരങ്ങളും വെളിപ്പെടുത്താതെ ഇങ്ങനെ ലോകത്തിൽ നിന്നും ഒന്ന് ഒളിച്ചോടി ഗുഹയിൽ തപസ് ചെയ്യുന്ന ഒരുവനാണ് ഏറ്റവും വിശുദ്ധൻ എന്നുള്ള ആശയം നമ്മുടെ രാജ്യത്തെ ഒരു ചിന്തയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അവൻ കുറവുള്ളവനാണെന്നുള്ളൊരു ചിന്ത വരും. അത് ഇന്ത്യയുടെ ഒരു സ്വഭാവമാണ്, ഇന്ത്യയിൽ വന്നതാണ്. ഇത് എവിടുന്ന് വന്നതെന്നറിയാമോ? ഇത് ഇന്ത്യയിലെ ആശയങ്ങളെ സ്വാധീനിച്ചത് ബുദ്ധിസമാണ്. ഹിന്ദുയിസം ആരംഭത്തിൽ ആനിമിസാണ്. ആനിമിസം എന്ന് പറഞ്ഞാൽ പ്രകൃതി ശക്തികളെയും മൃഗങ്ങളെയും ഒക്കെ ആരാധിക്കുന്ന, അവരെ ദൈവങ്ങളായി ആരോപിച്ച് ആരാധിക്കുന്ന ഒരു ആനിമിസ്റ്റിക് റിലിജിയൻ ആയിരുന്നു ഹിന്ദുയിസം ആദ്യം. ഇവിടെ അതിനു മുമ്പേ ഉണ്ടായിരുന്നതാണ് ബുദ്ധിസം. ബുദ്ധിസത്തിൽ ദൈവമില്ല എന്ന് പറയുമ്പോൾ ദേഷ്യം വരില്ല. ബുദ്ധനല്ല ദൈവം ആണോ? ബുദ്ധൻ ദൈവമല്ല, പിന്നെ ആരാ ദൈവം? നമ്മളാ ദൈവം. ബുദ്ധിസത്തിലെ അഹം ബ്രഹ്മസ്മി, ഞാനാ ദൈവം, ഞാനാണ് ദൈവം. അതാണ് അദ്വൈതം എന്ന് പിന്നീട് ശ്രീ ശങ്കരാചാര്യരും മറ്റും പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ വളരെ വിപുലമായി പഠിപ്പിച്ച ഉപദേശം. അദ്വൈതം രണ്ടല്ല ഒന്നാ. അദ്വൈതം തത്വമസി, ഞാനാ നീ, നീയാ ഞാൻ, ഞാനും നീയും ഒന്നാ. ഇത് ആശയപരമായി ബുദ്ധിസത്തിൽ നിന്നുള്ളതാണ്. അവർ പറയുന്നത് ബുദ്ധിസത്തിൽ മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ദൈവിക പ്രഭാവമുണ്ട്. സത്യമുണ്ട്. ദൈവം തൻ്റെ ജീവശ്വാസം മനുഷ്യരിലേക്ക് ഊതിയിരിക്കുക. നമ്മളിൽ എല്ലാവരിലും ഒരു ദൈവിക പ്രഭാവമുണ്ട്. മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ദൈവിക പ്രഭാവത്തെ ചിട്ടയായ ജീവിതചര്യകളാലും ആഴമായ ധ്യാനത്താലും പിന്നെ ജീവിതത്തെ ക്രമീകരിച്ച് ശരീരത്തിൻ്റെ ചേഷ്ടകളെയെല്ലാം നിയന്ത്രിച്ച് ആന്തരിക ചേതനയെ ജ്വലിപ്പിച്ച് നിനക്ക് വലിയ ദൈവിക പ്രഭാവങ്ങൾ ഉൾക്കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യാം. അതാ ഈ യോഗായി ചെയ്യുന്നത്. അതാ പറയുന്ന കുണ്ടലിനി എന്ന് പറയും. അതിന്റെ കേന്ദ്രമെന്നാ കുണ്ടലിനി എന്നാ പറയുന്നത്. കുണ്ടലിനി യോഗ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. കുണ്ടലിനി അത് ഈ നട്ടലിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് അതിന്റെ കേന്ദ്രമെന്നൊക്കെയാണ് അവർ പറയുന്നത്. കുണ്ടലിനി യോഗമൊക്കെ ചെയ്താൽ അത്ഭുതങ്ങൾ ചെയ്യാം. ഇന്നലെ ഞാൻ നിങ്ങൾ പറഞ്ഞാൽ ആസ്ട്രൽ പ്രൊജക്ഷൻ, ശരീരം വിട്ടേച്ച് പോകും, ശരീരം ഇവിടെ കിടക്കും, ആള് പോവും. അതാ ഇവിടെ ബോധം കെടുത്തലായിട്ട് ഇവിടെ അവതരിപ്പിച്ചു. എന്നിട്ട് അതിനും പരിശുദ്ധാത്മാവിന്റെ പേര് കൊടുത്തു, സ്ലേയിങ് ഇൻ സ്പിരിറ്റ് എന്ന്. എന്നിട്ട് ആത്മവിവശത എന്ന വേദപുസ്തകത്തിന് ഒരു പേരെടുത്തതിന് പുതിയൊരു പേരും കൊടുത്തു, അംഗീകരിക്കത്തക്ക ഒരു ലേബൽ ഒട്ടിച്ചു. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? കൊള്ളാം. അവനെ ബോധം കെടുത്തിയിട്ടേച്ച് അവൻ അന്നേരം പോവുകയാണ്, സ്വർഗത്തിൽ പോവുകയാണ്. മാലാഹമാരുടെ കൂടെ പോയി പാടിയേച്ച് തിരിച്ചു വരികയാണ്. അവന് സ്വർഗീയ ദർശനം ഉണ്ടായെന്ന്. അവൻ പോയേച്ച് ദൈവത്തിനടുത്ത് പോയിച്ച് വരികയാണ്. ആരോ ഒരാൾ ബാംഗ്ലൂരിലെ ഒരു സഭയിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അദ്ദേഹം പെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഉപദേശി അങ്ങ് ബോധം കെട്ട് വീണു. അപ്പോഴത്തേന് ആളുകൾക്കെല്ലാം ബോധം കെട്ടിങ്ങനെ ചത്ത പോലെ കിടക്കുന്നു. ആൾക്കെല്ലാം വലിയ വിഷമമായി. പെട്ടെന്ന് സഭയിലെ ചെറിയ ആളുകൾ വന്ന് പറഞ്ഞു, അയ്യോ ഹോസ്പിറ്റലിൽ കൊണ്ട് വേണ്ട. അപ്പം ശുശ്രൂഷകൻ പറഞ്ഞു, വേണ്ട, അദ്ദേഹം ആത്മാവിൽ പോയേക്കായിരിക്കുമെന്ന്. ഏതായാലും നമുക്ക് 10 മിനിറ്റ് നോക്കാമെന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞ് 15 മിനിറ്റോളം ആയപ്പോഴത്തേന് ആൾ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഹോദരനില്ലേ, അദ്ദേഹത്തിന് എതിരെ ഒരു കൂടോത്രം ചെയ്തിരിക്കുക. അത് കൂടോത്രം ചെയ്തിരിക്കുന്നത് കോയമ്പത്തൂരാണ്.
അപ്പം ഞാൻ ശരീരം ഇവിടെ ഇട്ടേച്ച് ആത്മാവിൽ കോയമ്പത്തൂർ പോയി ആ കൂടോത്രം ശരിയാക്കി വെച്ച് വരുവാന്ന്. ഈ പാവം വിഡ്ഢി കളിച്ച ജനങ്ങളെല്ലാം അത് വിശ്വസിച്ചു. രണ്ട് വലിയ വീരസാഹസം ചെയ്ത ആള്, അമാനുഷിക ശേഷിയുള്ള വലിയ ദൈവാത്മാവിനാൽ വലിയ ഉപയോഗിക്കപ്പെടുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തെ എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ഞാൻ പറഞ്ഞു, പുസ്തകമായി നിരക്കാത്തത് പൈശാചികമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതിവിടെ ക്രിസ്തീയ സമൂഹത്തിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല, ഇത് പണ്ടേ ഇന്ത്യയിലെ നമ്മുടെ മാമുനിമാർ ചെയ്യുന്ന കാര്യമാണ്. അവർ ശരീരം ഇട്ടേച്ച് ആത്മാവിൽ പോകും, ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിക്കും, ദിവസങ്ങളോളം വെള്ളം പോലും കുടിക്കാതിരിക്കും, ശ്വാസോച്ഛ്വാസത്തെ വരെ നിയന്ത്രിക്കും. അതാണ് ഏറ്റവും വലിയ ആത്മീയത എന്ന ഒരാശയം നമ്മുടെ ഇടയിൽ കിടക്കുന്നതുകൊണ്ടാണ് വികാരങ്ങളുള്ളവനാ ദൈവം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇച്ചീച്ചയാണെന്ന് തോന്നും നമുക്ക്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് പറയുക. പ്രിയപ്പെട്ടവരെ, വികാരമെന്ന് പറഞ്ഞാൽ ഉടനെ തെറ്റായ കാര്യങ്ങൾ മാത്രം നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തയൊന്ന് മാറ്റിയേര്. അമ്മയ്ക്ക് കുഞ്ഞിനോടും കുഞ്ഞിന് അമ്മയോടുമുള്ള സ്നേഹം അത് വികാരമാണ്. മനസ്സിലാവുന്നുണ്ടോ? വേണ്ടാത്തത് ചിന്തിക്കുന്നത് മാത്രമാണ് വികാരമെന്ന് വിചാരിക്കരുത്, അത് ദോഷവികാരമാണ്. ദൈവം സ്നേഹമാണ്. ദൈവം വികാരങ്ങളില്ലാത്ത നിർവികാര പരബ്രഹ്മമാണ്, നിർഗുണ പരബ്രഹ്മമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എന്തെങ്കിലും പറയാൻ തോന്നുന്നെങ്കിൽ പറ. കാര്യം ഞാൻ നിങ്ങളുടെ മനസ്സിരിക്കുന്നതിന് ഞാൻ ഉത്തരം തരാനുള്ള ശ്രമത്തില്ല. കാര്യം സമയം അതിനനുസരിച്ചില്ല. സഹോദരങ്ങളെ, ഈ തിയോളജിയിൽ 13 ബ്രാഞ്ചുകളുണ്ട്, ശാഖകളുണ്ട്. 3 കൊല്ലം ആഴ്ചയിൽ ഒരു ദിവസം 9 മണി മുതൽ 4 മണി വരെ ഞാൻ 3 കൊല്ലം കൊണ്ടാണ് ഈ 13 വിഷയങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, അതിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ന്യൂമറ്റോളജി. ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പഠിപ്പിക്കുന്നത് ന്യൂമറ്റോളജിയുടെ നോട്ട് എഴുതിയ സഹോദരന്മാരുടെ ന്യൂമറ്റോളജി തന്നെ ഒരു ബുക്കിന് ഉണ്ട്, ന്യൂമറ്റോളജിയുടെ നോട്ട്. അത്രയും ഇതുണ്ട്, എന്നാലും ഒന്നും ആയില്ല, പിന്നെയും പഠിക്കാൻ കിടക്കുക. ഓരോ വർഷം പഠിപ്പിക്കും തോറും അതിൻ്റെ പുതിയ പുതിയ മാനങ്ങളിലേക്ക് കടക്കുക. ഇത് നമ്മൾ ഈ കുറഞ്ഞ മണിക്കൂർ കൊണ്ട് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പ്രശ്നമായിരിക്കുന്ന ഏതോ അത് നിങ്ങൾ പറഞ്ഞാൽ അതിന് നമുക്ക് പുസ്തകം ഉത്തരം കൊണ്ട് കണ്ടുപിടിച്ചാൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാകുമല്ലെന്ന് കരുതിയാണ് നിങ്ങൾ പറയാൻ ഈ പറയുന്നത്. അപ്പോൾ ദൈവം സ്നേഹമാണ്, ദൈവം നീതിമാനാ, ദൈവം കരുതലുള്ളവനാ. അടുത്തത്, വികാരങ്ങൾക്ക് അടിമയല്ല. ദൈവം ഒന്നിനും അടിമയല്ല, ഒന്നിനും അടിമയല്ല. സ്തോത്രം. ദൈവത്തിൽ ഏറ്റവും മുമ്പ് നിൽക്കുന്ന വികാരം, ആ വാക്കങ്ങ് പറയുമ്പോൾ നിങ്ങൾ അഴുക്കാന്ന് വിചാരിക്കല്ലേ, നല്ലതാ. അത് ഇമോഷൻ, അത് സ്നേഹമാണ്. അതുകൊണ്ടാണ് ദൈവത്തെ ഒറ്റ വാക്കിൽ ഉൾപ്പെടുത്തിയാൽ അത് സ്നേഹമാകുന്നു എന്ന് പറയാൻ കഴിയും. കാര്യം മനുഷ്യനോട് മാത്രമുള്ളതായത്. വേറെ ഞാൻ പറഞ്ഞല്ലോ, വേറെ ഒരു ജീവികളോടും ദൈവത്തിന് എന്തില്ല, ഇല്ലെന്നേ. ഇച്ചിരി മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, സ്നേഹത്തിനോടുത്ത് നിർവചനവും പറഞ്ഞു, ദൂതനോടുള്ള ബന്ധവും പറഞ്ഞു. ഒരു കാര്യം മറക്കല്, ദൈവത്തിന് തന്റെ സകല സൃഷ്ടിയോടും കരുണ തോന്നുന്നു. തന്റെ സകല സൃഷ്ടിയോടും കരുണ തോന്നുന്നു. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതിന്റെ ആഹാരം കൊടുക്കും. ഓ, എന്നാ ദൈവമാ ദൈവം! അതിന്റെ ആഹാരം കൊടുക്കുന്നത് പറഞ്ഞാൽ അതിന് തിന്നാവുന്നത് അതിന് കൊടുക്കുന്നത്. കരയുന്ന കാക്ക, ഒരു കാക്ക കരയുന്ന കേട്ടാൽ നമ്മളാരും മൈൻഡ് ചെയ്തില്ല, പക്ഷെ ദൈവം അതിനെ പോലും കെയർ ചെയ്യും. കരുണയാണ്, പക്ഷേ അതിനോട് സ്നേഹമില്ല. കരുണ വേറെ, സ്നേഹം വേറെ. പറയാം, രാവിലെ ഒരു ഭിക്ഷക്കാരൻ വാതിക്ക വന്നു, ഗേറ്റിട്ട് കിടക്കി തന്നെ പറഞ്ഞു. ചെന്ന് നോക്കിയ അയ്യോ വല്ലാതെ അവന്റെ ഗതികെട്ട സ്ഥിതി, കൈയെല്ലാം പഴിച്ചും കുഷ്ടം കൂടെ നിൽക്കുന്നവൻ അതിനേക്കാളും കഷ്ടത്തില്. പാവം ഓടിച്ചെന്ന് പിന്നെ തിന്നാൻ കൊള്ളാതെ പൂത്തിരുന്ന ബ്രെഡ് പകുതി ഇരിപ്പുണ്ട്, അതും എടുത്തു.
ഒരു 20 രൂപയും എടുത്ത് പോട്ടെ. അതുകൊണ്ടങ്ങ് 20 രൂപ രാവിലെ ആർക്ക് കൊടുത്തു? പിച്ചക്കാരന് കൊടുത്തു. സ്നേഹം ഉണ്ടായിട്ടാണോ കൊടുത്തേ? നമുക്ക് പെട്ടെന്നൊരു കരുണ തോന്നി. ഇപ്പൊ സ്നേഹം വേറെ, കരുണ വേറെ. മനസ്സിലാവുന്നുണ്ടല്ലോ? ദൈവത്തിന് തന്നെ സകല സൃഷ്ടിയോടും കരുണ തോന്നുന്നു. സ്നേഹം നമ്മുടെ എക്സ്ക്ലൂസീവ് പ്രിവിലേജാ. എനിക്കിതൊന്നും ഓർക്കാൻ പോലും കഴിയില്ല. പക്ഷെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ അനുഭവിക്കുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മളാരും ദൂതന്മാരുടെ കൂടെ ഒന്നും പാടാൻ പോവല്ലേ കേട്ടോ. ഇപ്പൊ നമ്മളെല്ലാം പറഞ്ഞു വന്നങ്ങ് തെറ്റി അങ്ങ് പോവാ. നമ്മൾ ദൂതന്മാരുടെ കൂടെ പാടാൻ പോവാന്ന്. ദൂതന്റെ പാട്ട് വേറെ, നമ്മുടെ പാട്ട് വേറെ. പണ്ട് പാടുമായിരുന്നല്ലോ, പിണ്ടേടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിൺദൂതർക്കും പാടാൻ അസാധ്യമേ അത്, വിൺദൂതർക്കും പാടാൻ അസാധ്യമേ അത്. കാൽവേറി ഗിരിയിൽ കാൽകാരം തുളച്ച, കാൽവേറി ഗിരിയിൽ കാൽകാരം തുളച്ച കുഞ്ഞാടാം പ്രിയനിൻ സ്നേഹമൻ ഗാനമേ, കുഞ്ഞാടാം പ്രിയനിൻ സ്നേഹമൻ ഗാനമേ. സ്തോത്രം. അങ്ങനെ പാടിക്കൊണ്ടിരുന്ന നമ്മൾ അന്നായിരുന്നോ തെറ്റിയത്, ഇന്നാന്നോ തെറ്റിയത്? നമ്മൾ എന്നതാ പാടുന്നതെന്ന് ഒരു ബോധമില്ലാതാ പോകുന്നത്. ദൈവസഭയ്ക്കകത്ത് കച്ചവട കണ്ണോടുകൂടി തട്ടിക്കൂട്ടിയ ചില സംഗീതങ്ങളുമായി അവതരിച്ചിരിക്കുന്ന വേദപുസ്തകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, പഠിക്കാൻ മനസ്സില്ലാത്ത ഒരു കൂട്ടം അവർ സഭയ്ക്കകത്ത് കടന്നുകൂടി ഉപദേശവുമായി ബന്ധമില്ലാത്ത കുറെ പരിപാടി ഇവിടെ ഇറക്കി. നേതൃത്വത്തിന് ഒരു ഉത്തരവാദിത്വമില്ല. സഭയെ വിളമ്പുന്ന എന്താണ്? നേതൃത്വത്തിന് ഒരു ഉത്തരവാദിത്വമില്ല. എല്ലാവരും എൻ്റെ കൂടെ ഒക്കെ ഉണ്ടോ? ഇവിടെ വഴിയെ കൊണ്ടുവരുന്ന സാധനമില്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കുവോ? കൊടുക്കില്ല. ശരിക്കും നോക്കിയിട്ടേ കൊടുക്കുള്ളൂ. പൈപ്പിൽ കൂടി ക്ലോറിനേറ്റഡ് വെള്ളം കോർപ്പറേഷൻ അയക്കുന്നെന്ന് പറഞ്ഞാൽ പിന്നെയും തിളപ്പിച്ച് ആറി എല്ലാം കൊടുക്കുള്ളൂ. ദൈവസഭയ്ക്കകത്ത് വരുമ്പം ആര് വന്നാലും എന്ത് ഇവിടെ വിളമ്പാവുന്ന പോലെ ആയിരുന്നു. ഇത് അപകടമാണ്. അപ്പോൾ സ്നേഹമെന്ന് പറയുന്നത് നമുക്ക് മാത്രമുള്ളതാ. അതുകൊണ്ടാണ് ദൈവം തീഷ്ണതയുള്ളവനാണ്. തീഷ്ണതയുള്ളവനാന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് ജലസ് ഗോഡ് എന്ന. ഇനി ജലസി എന്ന വാക്ക് ഇന്നിപ്പോൾ അസൂയ എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുമെങ്കിലും ഓതറൈസ്ഡ് വേർഷൻ 1611 ജെയിംസ് രാജാവ് ഇറക്കിയ, ജെയിംസ് രാജാവിന്റെ പേരിൽ ഇറക്കിയ ഓതറൈസ്ഡ് വേർഷൻ ബൈബിളിൽ ജലസ് ഗോഡ് എന്ന് പറയുമ്പോൾ അന്നത്തെ ആ വാക്കിന്റെ അർത്ഥം, ഇംഗ്ലീഷിൽ ആ വാക്കിന്റെ അർത്ഥം ഭാര്യാഭർത്തൃ ബന്ധത്തിലെ സംശയാസ്പദമായ സാഹചര്യമെന്ന. ഷേക്സ്പിയറിയൻ ഇംഗ്ലീഷിൽ, ഇന്നത്തെ ഇംഗ്ലീഷ് ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടു വന്ന ഷേക്സ്പിയറിയൻ ഇംഗ്ലീഷിൽ ആ വാക്കിന്റെ അർത്ഥം, ജലസ് എന്ന വാക്കിന്റെ അർത്ഥം അത് തന്നെയാണ്. അതേ വാക്കാ ഉപയോഗിച്ചേക്ക്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രം കൊടുക്കേണ്ട സ്നേഹം വേറെ ആർക്കും പങ്കുവയ്ക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതാ നമ്മൾ മുമ്പേ ലൂക്കോസ് 14:25 വായിച്ചു. ജീവനേക്കാളേറെ കർത്താവിനെ. അങ്ങനെ ദൈവം നമ്മളെ സ്നേഹിച്ചത്. സ്തോത്രം. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സമയം കൂടുതലായി പോകുന്നു. ദൈവത്തിന് തന്റെ സൃഷ്ടിയായ മനുഷ്യനോട് മാത്രം സ്നേഹം. കാരണം എന്താ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണ് എനിക്കറിയാം. ദൈവമായോണ്ടാണ്. സ്തോത്രം.
എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ നമ്മളെ മാത്രമേ ആ സ്നേഹം അനുഭവിക്കാൻ കഴിവുള്ളവനായി സൃഷ്ടിച്ചിട്ടുള്ളൂ. ദൈവത്തിന്റെ സ്വരൂപത്തിലും നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളൂ. ചെറിയാൻ സാറിന്റെ വഴിയൊരു പാട്ടുണ്ട്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, വല്ലപ്പോഴും ഒക്കെ നമ്മളൊന്ന് പാടണം. നമ്മുടെ സഭയിലൊക്കെ ഇടയ്ക്കൊക്കെ പാടി തുടങ്ങണം. നിൻ മഹാസ്നേഹം യേശുവേ, എൻ മനസ്സിൻ അഗാധമേ, എന്നിൽ നിൻ സ്നേഹ കാരണം എൻ അറിവിന് അതീതമേ. സ്തോത്രം. ദോഷിയാം എന്നെ തേടിയോ ക്രൂശ് വരെയും താണു നീ, ജീവനും നൽകി സ്നേഹിപ്പാൻ ഈ പാപിയിൽ കണ്ടത് എന്ത് നീ. സ്തോത്രം. മരണമോ ജീവനോ പിന്നെ ഉയരമോ ആഴമോ എന്നെ നിൻ തിരു സ്നേഹത്തിൽ നിന്നും പിന്തിരിക്കില്ല യാതൊന്നും. നിത്യതയിൽ നിൻ സന്നിധവും എത്തി ഞാൻ വിശ്രമിക്കവേ, നിൻ മുഖകാന്തിയിൽ സദാ നിർവൃതി നേടും ഞാൻ പരാ. എന്നാ പാട്ടാ! നിങ്ങൾക്ക് ആ പാട്ട് അറിയാൻ മേലെങ്കിൽ ദൈവം സന്തോഷിക്കാൻ ഒരുക്കിയിരിക്കുന്ന ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നർത്ഥം. ഒന്ന് പഠിച്ചോണേ. ഈ അടുത്ത സമയം വരെ നമ്മൾ പൊതുലോകത്തിലെ ക്രിസ്തീയ സമൂഹത്തിന്റെ പാട്ട് പൊതുലോകത്തിലുള്ള ആളുകൾ പാടുമായിരുന്നു. ചുമ്മാ കളിയാക്കിയൊക്കെ പാടും. കള്ളു കുടിച്ച് വഴിയെ പോകുമ്പോൾ ചിലപ്പം ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നിന്ന് സന്ധ്യാപ്രാർത്ഥനയുടെ പാട്ട് പാടുമ്പം വഴിയെ കടന്നു പോകുന്ന പാട്ടങ്ങോട്ട് നിന്ന് കഴിയുമ്പം വഴിയെ കടന്നു പോകുന്ന കള്ളുകുടിയൻ അവൻ നിരീശ്വരനായിരിക്കാം. പക്ഷെ അവൻ എന്തെങ്കിലും ഒരു പാട്ട് പാടിയ ഏത് പാട്ടായിരുന്നു പണ്ട് പാടുന്നേ? എന്താ അതിശയമേ. ഓർക്കുന്നുണ്ടോ? സ്റ്റുഡൻസ് ബസ്സേ പോകുമ്പോൾ പണ്ട് പിള്ളേരെന്നും ഇതാ പാടുന്നത്, എന്താ അതിശയമേ. ഇപ്പോ പൊതുലോകത്തിൽ ആരെങ്കിലും ഒന്ന് പാടിയാൽ പാടുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പം കള്ളു പിടിച്ചോണ്ട് പാടിയാൽ ഏതാ പാടുന്നേ? മുൻമഴ വരും പിന്മഴ വരും, അന്ന് മഴ പെയ്യുമ്പോൾ ഞാൻ ശരിയാകും, ആരാധിച്ചാൽ വിടുതൽ കിട്ടും. അല്ലയോ? ശരിക്കും അരിശം വരുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് എന്നോട്. ഞാൻ പറഞ്ഞുതരാം സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുതരാം. വേദപുസ്തകം പറയുന്നത് തന്നെ നമ്മൾ വിശ്വസിക്കണം. പുസ്തകവുമായി ചേരാത്ത പാട്ട് നമ്മൾ പാടരുത്. ദൈവസ്നേഹത്തെക്കുറിച്ച് പാടുന്ന ഒരു കാലം ഉണ്ടായിരുന്നത് കൊണ്ടാണ് പൊതുലോകത്തുള്ളവർക്ക് ദൈവസ്നേഹത്തിന്റെ പാട്ട് അവരുടെ ചെവിയിലുണ്ടായിരുന്നത്. നമ്മൾ അതിലേക്കൊന്ന് മടങ്ങി വരണം. സ്തോത്രം. പറയാം, അത് ഞാൻ ഇച്ചിരി കഴിയുമ്പം പറയാം. ആത്മാവിന് മനുഷ്യരൂപമുണ്ടോ? ആത്മാവ് അരൂപിയ. അരൂപി എന്ന ആത്മാവ് എന്ന് പറയുന്നത് തന്നെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു രൂപം ഇല്ല. എന്നാൽ ആത്മാവ് തനിക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ വെളിപ്പെടാം. ആത്മാവിന് ദൈവം അനുവദിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട രൂപങ്ങളിൽ വെളിപ്പെടാം. എന്നാൽ ദൈവം എപ്പോഴും വെളിപ്പെടാൻ ഇഷ്ടപ്പെടുന്ന രൂപം മനുഷ്യരൂപമാണ്. സ്തോത്രം. ഇത്രയും പറഞ്ഞല്ലേ, ഒരു ചെറിയ കാര്യം കൂടെ പറയാം. ആദ്യം രക്ഷാപദ്ധതിയാണ് ദൈവം നിർണയിച്ചത് എന്ന് പറഞ്ഞാൽ, എൻ്റെ കൂടെ വന്നേ, അനാദി. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, അനാദി. ആദിക്കും മുമ്പ് അനാദി ദൈവമുണ്ട്. അന്നിങ്ങനെ ദൈവസ്നേഹത്തിന്റെ ആ വലിയ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ ഈ സ്നേഹം പങ്കുവയ്ക്കാൻ, പകർന്നു വെക്കാൻ മൺപാത്രങ്ങളെ ഉണ്ടാക്കി. സ്തോത്രം. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുന്ന ആ സമയത്ത് ദൈവത്തിന് അറിയുകയില്ലേ ഇവൻ വീണു പോകുമെന്ന്? അറിയാമോ? സർവജ്ഞാനിയല്ലേ? അറിയാം. ഇവൻ വീണു പോകുമെന്നറിയാം. പിന്നെന്തിനാ ഈ പൊല്ലാപ്പിന് പോയതെന്ന് ചോദിക്കുന്നവരുണ്ട്. സഹോദരങ്ങളെ, ഇത് കേട്ടേ. ആദാമിന്റെ ഏദനിലെ പാപം ദൈവത്തിനൊരു ഇരുട്ടടി ആയിരുന്നോ? ഇരുട്ടടി എന്ന് പറഞ്ഞാൽ അറിയാമോ? അപ്രതീക്ഷിതമായ പ്രഹരമായിരുന്നോ? അല്ല. ദൈവത്തിന് അറിയാം ഇതൊക്കെയാ വരാൻ പോകുന്നത്. പിന്നെ ദൈവം എന്തിനാ ഇത് അനുവദിച്ച? ഇതൊക്കെ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ടതാ. എന്തിനാണെന്നറിയാമോ? വായിച്ചേ, റോമാലേഖനം 11:32 മുതൽ. റോമാലേഖനം 11:32 മുതൽ. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. വായിച്ചോളൂ. ദൈവത്തിന്റെ ധനം
ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. അപ്രമേയവും എത്ര അഗോചരവും ആകുന്നു. വായിച്ചോ. കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ ആര്? അവന് മന്ത്രിയായിരുന്നവൻ ആര്? അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആര്? സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചോ? അതെ, ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയുകയും അവന്റെ കരുണ അനുഭവിക്കുകയും ചെയ്ത് ദൈവം ആരാണെന്നുള്ള വെളിപ്പാട് നമ്മൾ പ്രാപിക്കേണ്ടതിനാണ് അനുസരണക്കേടിൽ അകപ്പെട്ടു പോകാൻ ദൈവം അനുവദിച്ചത്. ഒന്നുകൂടി വ്യക്തമാക്കാൻ എന്റെ കൂടെ വരണേ. അപ്പോൾ നിത്യതയോളം ഒരിക്കലും വീഴ്ച ഭവിക്കാതെ ദൈവത്തോട് പറ്റിയിരിക്കുന്ന കൂട്ടായ്മ ബന്ധത്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് സമ്മതിച്ചല്ലോ? സ്തോത്രം. നമ്മൾ നിത്യതയിൽ ചെന്നാൽ നമ്മളവിടെങ്ങും എന്താ കൂലിക്കാരായിട്ട് കിടക്കുന്നതല്ല. സ്വർഗം ഒരു അഭയാർത്ഥിക്കാമ്പല്ല എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് ഒരു പരുവത്തിന് ഉരുണ്ട് വരേണ്ട തടി തപ്പി രക്ഷപ്പെട്ട ഒരു അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന ഒരു കൂട്ടമായിട്ടല്ല സ്വർഗത്തിൽ നമ്മൾ ആയിരിക്കാൻ പോകുന്നത്. നമ്മളവിടെ മണവാട്ടി എന്ന പദവിയാണ് നമുക്ക്. അതാണ് നമുക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. മണവാട്ടി എന്ന പദവി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സ്നേഹത്തിന് ഏറ്റവും വ്യക്തമായ പ്രതീകമാണല്ലോ മണവാളിലും മണവാട്ടി. അപ്പോൾ ദൈവ സ്നേഹം അനുഭവിച്ച് ദൈവിക കൂട്ടായ്മയിൽ ദൈവ സംസർഗത്തിൽ സ്തോത്രം നാം നിത്യതയോളമായിരിക്കുവാനാണ് ദൈവം നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നത്. ഇതിനായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. അട്ടെ, ഈ മനുഷ്യനെ ഇങ്ങനെ നിത്യതയിലേക്ക് കൊണ്ടുവന്നാൽ നിത്യതയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ലൂസിഫറിന് സംഭവിച്ചതുപോലെ ഇവനൊരു അബദ്ധം വരാൻ സാധ്യതയില്ലേ? പറ, ഇല്ലേ? എന്നൂടെ പറയാം. ഇവിടെ ഇപ്പം എന്നേക്കാൾ ഇച്ചിരിയും കൂടി ബഹുമാനവും ആദരവും വേറെ ഒരാളിന് കിട്ടുമ്പം എൻ്റെ മനസ്സിൽ വരിക ഇല്ലേ? ചിന്താഗതി അല്ല സാറേ. ഒരു ചെറിയ കാര്യം, പിശാച് ഇൻഡ്യൂസ് ചെയ്ത് ആ പ്രകൃതമാകത്ത് കയറ്റിയിരിക്കുക. ഞാനൊന്ന് പറഞ്ഞോട്ടെ. സാറ് പറയുന്നതിനകത്തൊരു ചെറിയ ഭാഗം സത്യമുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം വിശദീകരിക്കാൻ പറയാം. എൻ്റെ കൂടെ ഒന്ന് വന്നേ. ഇച്ചിരി കഴിയുമ്പോൾ പിന്നെ പറയാം. ഈ ശരീരം ഇട്ടാലും ഈ സ്വഭാവം മാറിയില്ല. കാര്യം ശരീരത്തിലല്ല ഈ സ്വഭാവം ഇരിക്കുന്നത്. പാപത്തിന്റെ ഇരിപ്പിടം ശരീരമല്ല, പാപത്തിന്റെ ഇരിപ്പിടം ദേഹിയ. പാപത്തിന്റെ ഇരിപ്പിടം ദേഹിയ. അതുകൊണ്ടല്ലേ ഈ പാവം ശരീരത്തെ ദുരുപയോഗിക്കുകയാണ്. പാപത്തിന്റെ ഇരിപ്പിടം അകത്ത. ഒരുത്തൻ മദ്യപിക്കുമ്പം അവന്റെ ശരീരം കഷ്ടപ്പെടുകയാ, പക്ഷെ അകത്താർക്കാണ് ഒരു തൃപ്തി ഉണ്ടാകുന്നു, ഇല്ലേ? അതാണ് ജഡം, പഴയ പാപപ്രകൃതം. അത് ശരീരമല്ല, ശരീരം വിട്ടാലും അതുണ്ടാവും. അതുകൊണ്ടാണ് കേട്ടേ, പീഡനകാലത്ത് കൊല്ലപ്പെട്ട് യാഗപീഠത്തിന് കീഴിലിരിക്കുന്ന ആത്മാക്കൾ അവിടെ ഇരുന്നുകൊണ്ട് എന്താ നിലവിളിക്കുന്നത്? ശരീരമില്ലല്ലോ, എന്താ വിളിക്കുന്നത്? പ്രതികാരത്തിന് വേണ്ടി. അപ്പോൾ ശരീരമില്ലെങ്കിലും ആ സ്വഭാവം ഉണ്ടാകാം. അതാണ് നമുക്കിപ്പോൾ നമ്മൾ ഇതുപോലെ അവിടെ കൊണ്ടുവന്നാൽ നമുക്ക് ലൂസിഫറിനുണ്ടായ വീഴ്ച വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരിക്കലും വീഴ്ച വരാതെ നിത്യതയോളം സ്നേഹത്താൽ ദൈവത്തോട് ചേർന്നിരിക്കണമെങ്കിൽ അവന് രണ്ട് ബോധ്യങ്ങൾ ഉണ്ടാകണം. ഒന്ന്, അവൻ എത്ര ബലഹീനനാണെന്നും ദൈവം എത്ര വല്ലഭനാണെന്നുമുള്ള ബോധ്യം ഉണ്ടാകണം. ഞാൻ തികച്ചും അയോഗ്യനും ബലഹീനുമാണ്. സ്വയം ഉയരാൻ ഒരു ശകലം ശ്രമിച്ചാൽ ഞാൻ താഴുക. അപ്പോൾ ഞാൻ ബലഹീനനും അയോഗ്യനും ഒരു കഴിവുമില്ലാത്തവനും ദൈവം മഹാദയ കാണിച്ചതുകൊണ്ട് ഇന്ന് അനുഭവിക്കുന്നതൊക്കെ അനുഭവിക്കുന്നയാളുമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം.
2, ദൈവമാരാ? ദൈവം സർവവല്ലഭന, അവൻ സ്നേഹമാ, നന്മ മാത്രം ആഗ്രഹിക്കുന്നവന്. അവൻ വെളിച്ചങ്ങളുടെ പിതാവാണ്. അവനിൽ യാതൊരു ഇരുളുമില്ല. ഒരിക്കലും തിന്മയായതൊന്നും ദൈവത്തിൽ നിന്ന് വരികയില്ല. അപ്പോൾ അവനവന്റെ ബലഹീനതയും ദൈവത്തിന്റെ സർവവല്ലഭത്വവും ബോധ്യപ്പെട്ട ഒരു വ്യക്തിക്ക് പിന്നെ വീഴ്ചയ്ക്ക് ഹേതു ഇല്ല. ഈ 2 ബോധ്യങ്ങൾ മനുഷ്യനിൽ ഉണ്ടാക്കേണ്ടതിനാണ് ഏദനിലെ പാപവും കാൽവറിയിലെ യാഗവും ദൈവം അനുവദിച്ചത്. ഏദനിലെ പാപം കൊണ്ട് മനുഷ്യൻ അവനെത്ര ബലഹീനനാണെന്ന് ബോധ്യപ്പെടുകയാണ്. കാൽവറിയിലെ യാഗം കൊണ്ട് ദൈവം എത്ര വല്ലഭനും സ്നേഹസമ്പൂർണനുമാണെന്ന് മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക. ഈ 2 ബോധ്യങ്ങൾ മനുഷ്യൻ പ്രാപിച്ചാൽ അവൻ വീഴ്ചയ്ക്ക് ഹേതുവില്ല. അതുകൊണ്ട് ഇതെല്ലാം ദൈവം തന്നെ സർവജ്ഞതയിൽ മുൻകാണുകയും സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യൻ വീഴ്ചയിൽ അകപ്പെടാൻ പോകുന്നു മുന്നറിഞ്ഞ ദൈവം അവന്റെ വീണ്ടെടുപ്പിനുള്ള രക്ഷാ പദ്ധതിയാണ് ആദ്യം ഒരുക്കിയത്. വീണ്ടെടുപ്പിനുള്ള രക്ഷാപദ്ധതിയാണ് ആദ്യം ഒരുക്കിയത്. അങ്ങനെ വീണ്ടെടുപ്പിനുള്ള രക്ഷാപദ്ധതി ഒരുക്കിയ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അന്ന് നിയമിക്കപ്പെട്ടത് രക്ഷകനായി യേശു ഇവിടെ വരാനുള്ള ശരീരമാണ്. അതാണ് നാം തിരുവചനത്തിൽ വായിക്കുന്നത്, നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ഏതൊരു ശരീരത്തിൽ യേശുക്രിസ്തു രക്ഷകനായി ലോകത്തിൽ വരുവാൻ മുൻ നിയമിക്കപ്പെട്ടുവോ ആ ശരീരത്തിന്റെ ആകൃതിയിൽ സ്വരൂപത്തിലാണ് ആദാമിനെ സൃഷ്ടിച്ചത്. വാക്യം വായിച്ചേര്. റോമാലേഖനം 5-ാം അധ്യായം 13-ാം വാക്യം. 14 വായിച്ചാൽ മതി. 14 വായിച്ചാൽ മതി. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്ത മതി. താങ്ക് യു. വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം. അപ്പൊ സ്വരൂപം ആരാ? വരുവാനുള്ളവനാ. വ്യക്തമായോ? ഒറിജിനൽ ആരാ? വരുവാനുള്ളവൻ. ഡ്യൂപ്ലിക്കേറ്റ് ആരാ? ആദാം. രക്ഷകനായി വരുവാൻ മുൻ നിയമിക്കപ്പെട്ട ആ തിരുശരീരത്തിന്റെ അതേ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. ഇതാണ് സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്ന് പറയുന്നതിന്റെ അർത്ഥവും. ഏതാ? ഉൽപ്പത്തിയിലുണ്ടല്ലോ. സ്തോത്രം. ആ ശരീരത്തിലാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പദവി എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവിടുത്തെ വലിയ മിടുക്കന്മാർ പറയുന്നു, ഒരു സ്ഫോടനമുണ്ടായി പ്രപഞ്ചമുണ്ടായി. ആ സ്ഫോടനമുണ്ടായ വസ്തു എങ്ങനെയാ ഉണ്ടായതെന്ന് പറയാൻ മേല. അതിനകത്ത് ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ ഒരു കൊച്ചണുജീവി ഉണ്ടായി. അത് വളർന്ന് ഇപ്പൊ ഇങ്ങനെയായിരുന്നു മനുഷ്യനായി എന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവത്തിന് സൃഷ്ടിയാണെന്ന് ഒന്ന് അംഗീകരിച്ചാൽ ഞാൻ ദൈവത്തോട് കടപ്പെട്ടവനാണെന്ന് സമ്മതിക്കേണ്ടി വരും. ഞാൻ ആരോടെങ്കിലും കടപ്പെട്ടവനാണെന്ന് സമ്മതിക്കാൻ മനുഷ്യനൊന്നും താല്പര്യം ഇല്ല. അതുകൊണ്ട് കേൾക്കണേ, അതുകൊണ്ട് മനുഷ്യൻ താൻ തന്നെ അങ്ങ് ഉണ്ടായവനാണെന്ന് പറയുക. മാതാപിതാക്കന്മാരോട് സ്നേഹവും ബഹുമാനവും കടപ്പാടിന്റെ ബോധ്യവും അവരെ ശുശ്രൂഷിക്കാനുള്ള താല്പര്യമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു ചെറുക്കനോട്, മീൻസ് അവനെ ഒന്നും ഗുണദോഷിക്കാൻ ഞാനും ഞങ്ങളുടെ സഭയിലെ പാസും കൂടെ ഒരിക്കൽ അവിടെ ചെന്നു. അവസാനം പറഞ്ഞു വന്ന കൂട്ടത്തിൽ അവൻ്റെ ഭാര്യ അവനെ അമ്മയപ്പന്മാരെ സഹായിക്കാൻ സമ്മതിക്കത്തില്ല. ഭാര്യയും ഭർത്താവിനും കൂടെ വിളിച്ചിരുത്തിയാ പറയുന്നത്. പറഞ്ഞു വന്നപ്പം പാസ്റ്റർ അവനോട് പറഞ്ഞ്, കുഞ്ഞേ, നീ ഈ ലോകത്തോട്ട് വന്നപ്പോഴേ ഇത്രയും ഇല്ലായിരുന്നു. 70 കിലോ തൂക്കവും മസിലുള്ള കയ്യും, മനസ്സിലായോ? ഡിഗ്രി ഒന്നും അന്ന് നിനക്ക് ഇല്ലായിരുന്നു. നിന്നെ ഇതുപോലെ ആക്കാൻ പേടാപ്പാട് പെട്ട ആ അമ്മയപ്പന്മാരെ മറക്കുന്നോ? ഭാര്യയുടെ കാര്യം, ദേ ഭർത്താവ് ജനിച്ചത് ഇതുപോലല്ല, മറക്കല്ല്, മനസ്സിലായോ എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. കണ്ടോ?
ഞാൻ ഇന്നായിരിക്കുന്നത് പോലെ ഞാൻ ആയിരിക്കുന്നതിന് പിന്നിൽ എൻ്റെ അമ്മയപ്പന്മാരുടെയും എൻ്റെ സമൂഹത്തിൻ്റെയും എൻ്റെ അധ്യാപകരുടെയും ഒക്കെ വലിയ സേവനമുണ്ട്. അവരുടെയൊക്കെ സേവനത്തിൻ്റെ പരിണിത ഫലമായിട്ട് ഞാനിങ്ങനെ ആയിരിക്കുന്നതേ ഉള്ളൂ. നേടിയതാണെന്നൊന്നും പറയാൻ എനിക്കൊന്നും ഇല്ലെന്നുള്ള ചിന്ത നമുക്കുണ്ടല്ലോ. അപ്പൊ അത് ദൈവത്തിൻ്റെ ഭാഗത്തേക്കൊന്നിട്ടേ. ഞാനിങ്ങനെ ആയിരിക്കുന്നത് തന്നെ ദൈവത്തിന് കാരണം കൊണ്ടാ. ഇതൊന്ന് അംഗീകരിച്ചേറ്റ് പറഞ്ഞാൽ ഞാൻ ദൈവത്തോട് കടപ്പെട്ടവനാണ്, ഞാൻ എൻ്റെ സ്വന്തമല്ല, അവൻ എൻ്റെ ഉടമസ്ഥനാണെന്ന് അംഗീകരിക്കേണ്ടി വരും. പക്ഷെ മനുഷ്യന് ഇതിന് മനസ്സില്ല. അതുകൊണ്ട് എന്താ പറയുന്നു? തന്നെ ഉണ്ടായതാണ്. അല്ല, ദൈവം സ്നേഹത്തിൽ, സ്തോത്രം, തൻ്റെ സ്വരൂപത്തിലും. അപ്പോൾ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഇറക്റ്റ് ബോഡി, നേരെ നടക്കുന്ന മനുഷ്യൻ്റെ ശരീരം എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. നിങ്ങൾ ഓർത്ത് നോക്കി, ഒരു 70 കിലോ 80 കിലോ തൂക്കമുള്ള ഒരു മനുഷ്യൻ ഒരു 50 കിലോ തൂക്കമുള്ള ഒരു സിമെന്റിയാക്കി എടുത്ത് തലയിൽ വെച്ചോണ്ട് 2 കൈയും വീശി നിലത്ത്, എത്ര നിലത്ത് കൊടുക്കുന്നുണ്ട്? ഇഞ്ച് മാത്രം നിലത്ത് കൊടുക്കും കാല്, അല്ലേ? ഒരു മലമ്പാതയിലൂടെ ഇവൻ ഓടി കൈയും വീശി ഓടി പോകുന്നത് കണ്ടാൽ ഓ, എന്നാ ബാലൻസാ! ഈ ബാലൻസിന്റെ കാരണം എന്താ പറയുക? ചെവി 2 ചുരുളുണ്ട്, ലേബിളിൻ തായിൻ, അതിനകത്തോട് ഒരു ദ്രാവകം ഒഴുകുന്നുണ്ട്. ആ ദ്രാവകം ഒഴുകിയാ ഈ ബാലൻസ് പിടിച്ചു പോകുന്നത്. ഇതൊക്കെ എന്നതാ? അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. സ്തോത്രം. ആരോഗ്യമുള്ള ശരീരം, ഇത് ദൈവത്തിൻ്റെ സ്വരൂപമാണ്. ദൈവം വെളിപ്പെടുവാൻ തെരഞ്ഞെടുത്ത തിരുസ്വരൂപത്തിൽ പാവപ്പെട്ട എന്നെ സൃഷ്ടിക്കുവാൻ തിരുവുള്ളമുണ്ടായ ദൈവം. മനസ്സിലാവുന്നുണ്ടോ? ഈ ദൈവത്തെ ഓരോ വികൃത രൂപങ്ങളിൽ അവതരിപ്പിക്കുന്നത് ദൈവത്തെ പരിഹസിക്കുന്നതല്ലേ? അതുകൊണ്ട് ആ വിഗ്രഹാരാധനയ്ക്ക് ദൈവം എന്നും എതിരായിരുന്നു. അതാണ് പൗലോസ് ശ്ലീഹ റോമാലേഖനത്തിൽ പറയുന്നു, സ്തോത്രം, മനുഷ്യൻ, പക്ഷി, മൃഗജാതി എന്നിവയുടെ രൂപ സാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവൻ സൃഷ്ടിക്കകത്തിരിക്കുന്നവനെ പോലെ ആക്കി, സൃഷ്ടിക്കപ്പെട്ടവൻ ഇരിക്കുന്നവനെ പോലെ ആക്കി. ഒരിക്കലും പാടില്ല. എന്നാൽ ദൈവം എന്തെങ്കിലും വെളിപ്പെടുവാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ അതെങ്ങനെ വെളിപ്പെടാനാണ് ഇഷ്ടപ്പെടുന്നത്? മനുഷ്യപുത്രൻ. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവചനം തന്നെയാണ് മനുഷ്യപുത്രൻ, സിംഹാസന ഉപവിഷ്ടൻ. സ്തോത്രം. വേദപുസ്തകത്തിൽ ആദ്യം ദൈവം വെളിപ്പെടുന്നത് തന്നെ ഏദനിൽ പാപം ചെയ്ത മനുഷ്യന് വേണ്ടി ദൈവം വെളിപ്പെടുന്നത് നടക്കുന്നതായിട്ടാണ്. യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന കാലച്ച, വിളിക്കുന്നവനായിട്ടാ, വായുള്ളവനായിട്ട്, ഉടുപ്പിക്കുന്നവനായിട്ട്, കൈയുള്ളവനായിട്ട്, അല്ലേ? ദൈവം എന്നും വെളിപ്പെടുവാൻ ഇഷ്ടപ്പെടുന്നത് നമ്മളുടെ ഈ രൂപമാണ്. ഇത് ദൈവത്തിന്റെ രൂപമാണ്. വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു.